നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. 2017 ജൂലൈ 1-നാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ നിയമിച്ചത്. 2.5 വർഷത്തിനു ശേഷം 2019 ഡിസംബർ 31-ന്, അതായത് ഏതാണ്ട് 4 വർഷത്തിന് മുൻപ് ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. 11 ദിവസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷയും കിട്ടി. പക്ഷേ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ കഴിയില്ല എന്ന് സാംസ്കാരിക വകുപ്പിന്റെ വിവരാവകാശ ഓഫീസർ 2020 ജനുവരിയിൽ മറുപടി നൽകി. നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകാനും തുടർ നടപടികൾക്കും സർക്കാരിന് സമയം ലഭിച്ചില്ലെന്നും നിയമസഭയുടെ അവകാശം ലംഘിച്ച് വിവരം പുറത്തുവിടാൻ കഴിയില്ലെന്നുമായിരുന്നു അന്ന് കമ്മീഷന്റെ നിഗമനം. ആ ഉത്തരവിൽ അങ്ങനെയായിരുന്നു. റിപ്പോർട്ട് ഓഗസ്റ്റ് 17 പുറത്തുവിടുമെന്നാണ് ഇത്തവണ. ഈ ഓഗസ്റ്റ് 17-ന് എല്ലാവരും കാത്തിരുന്നത് ആ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ്. 233 പേജുള്ള റിപ്പോർട്ടാകും പുറത്തുവിടുകയെന്നും നേരത്തെ പരസ്യമാക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി തന്നെയാണ് റിപ്പോർട്ട് വെളിച്ചം കാണുകയെന്നും വിവരമുണ്ടായിരുന്നു. എന്നാൽ നടി രഞ്ജിനി ഇത് തൊട്ട് മുൻപ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജിക്കാരിക്ക് അപ്പീൽ അടക്കം സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. തുടർന്നാണ് ഈ റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവിടണ്ട എന്ന തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. 51 പേർ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിരുന്നു. സിനിമാ സെറ്റുകളിലെ പലവിധ പീഡന പരാതികളാണ് ഇതിലധികവും ആയി രംഗത്ത് വന്നത്. എന്താണ് സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ മടിയുള്ളത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലും അത്തരമൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം യാതൊരു തടസ്സവുമില്ല സർക്കാരിന് ഇപ്പോൾ തൽക്കാലം റിപ്പോർട്ട് പുറത്തുവിടാൻ. ഒരു കേസ് അത് അല്പസമയത്തിനകം, രഞ്ജിനിയുടെ കേസ് അല്പസമയത്തിനകം പരിഗണിക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോഴും അതിന് മുൻപ് തന്നെ വിടാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ ആളുകൾ, അതായത് ഈ മൊഴി നൽകിയ 51 പേരിൽ നിരവധി ആളുകൾ കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. രഞ്ജിനി നടി കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിലുള്ളത് വളരെ സെൻസിറ്റീവായ കാര്യങ്ങളാണ്. അതായത് പലരും പറഞ്ഞ കാര്യങ്ങൾ സെൻസിറ്റീവാണ്. അതിന്റെ പകർപ്പ് തങ്ങൾക്ക് ലഭിക്കണം. കാരണം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെയാണോ അതോ കൂട്ടിച്ചേർക്കൽ ഉണ്ടോ എന്നറിയാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. അതിനായാണ് കോടതി സമീപിച്ചിരിക്കുന്നത് എന്നാണ് രഞ്ജിനി ന്യൂസ് 8-നോട് പറഞ്ഞത്. രഞ്ജിനിയുടെ വാക്കുകളിലേക്ക്. ആദ്യ ചോദ്യം തന്നെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി? ഇത്ര ഡിലേ എന്നല്ലേ പറയുന്നത്. ഇത് ഡിലേ ആയിട്ടില്ല. കാരണം ഞാൻ ഇതുവരെ ഐ തിങ്ക് ഇറ്റ്സ് നിയർലി 5 വർഷം ആവുന്നുണ്ട് ഈ കമ്മിറ്റി ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും മൊഴി കൊടുത്തിട്ട് 5 years ആയി. അതിനുശേഷം ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിധി വന്നിട്ടില്ല. ഐ മീൻ ഇത് വരുമോ ഇല്ലയോ, ദേ വർ സ്റ്റഡിങ്. അപ്പോ അങ്ങനെ വരുമ്പോ ലാസ്റ്റ് ഐ തിങ്ക് എല്ലാവരും പരാതി കൊടുത്തു, കോർട്ടിലേക്ക് വന്നു. അപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ദാറ്റ് എല്ലാവരും, ഞാൻ പബ്ലിഷ് ചെയ്യണ്ടെന്ന് പറയുന്നില്ല, പബ്ലിഷ് ചെയ്യണം. പക്ഷേ എനിക്കൊരു സ്റ്റാൻഡിംഗ് ഉണ്ട്. എന്നെപ്പോലെ ഐ തിങ്ക് ദർ ആർ അബൌട്ട് 50 of us. തന്നേക്കാൾ മോശം അനുഭവം ഉണ്ടായവരും ഈ സിനിമയിലുണ്ട്. അവരും കമ്മിറ്റിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്നും രഞ്ജിനി പറഞ്ഞു. കാരണം അത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, WCC ആണ് ഇത്തരമൊരു കമ്മിറ്റി വേണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇവരുടെ ആവശ്യപ്രകാരമാണ് സർക്കാർ ഇത്തരമൊരു കമ്മിറ്റിയെ വെച്ചതും. 51-ലധികം ആളുകൾ മൊഴി കൊടുത്തു. ഈ മൊഴി കൊടുത്തവരിൽ പലരും തങ്ങൾക്ക് സിനിമയിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു എന്നാണ് രഞ്ജിനി പറഞ്ഞത്. മാഡം നൽകിയ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരരുത് എന്ന് മാഡം ആഗ്രഹിക്കുന്നു, പബ്ലിക്കിൽ ചർച്ച ചെയ്യപ്പെടരുത്. അപ്പൊ അത്രത്തോളം സംഗതികൾ എന്നെ വിட ഒരുപാട് ആൾക്കാർക്ക് വളരെ മോശമായ ഇതുണ്ട്, എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. കുറെ പേര് അവിടെ കരഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇരിക്കുമ്പോ ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ഇഷ്യൂ. വൈ ഇറ്റ് ഷുഡ് ബി പബ്ലിഷ്ഡ്? ഇറ്റ് ഹാസ് ടു ബി പബ്ലിഷ്ഡ് ഇൻ ദ സെൻസ് ഈ കമ്മിറ്റി വെച്ചിട്ട് വാട്ട് ഈസ് ദി ഔട്ട്കം, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് കോപ്പി കിട്ടിയിട്ടില്ല ഇതുവരെ. അത് കിട്ടാതെ എങ്ങനെ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു? പിന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ പൊതുസമൂഹം സിനിമാ രംഗത്തെ ഈ വലിയ പൊയ്മുഖങ്ങൾ അറിഞ്ഞു വീഴണ്ടേ? ജനം മനസ്സിലാക്കണ്ടേ? അതല്ല, അങ്ങനെ മീൻസ് സേ ഫോർ എക്സാമ്പിൾ, അങ്ങനെ മീൻസ് ഞങ്ങൾ ആരും റിവെഞ്ചോ അവരെ പെർപെട്രേറ്റർ ഇവരാണ്, ഇവർക്ക് പണിഷ്മെന്റ് വേണമെന്ന് ആരും അവിടെ പോയി പരാതി കൊടുത്തിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ സ്റ്റഡി. വി വാണ്ട് സംതിങ് ഫ്രോം ദിസ് സ്റ്റഡി. എന്റെ എന്റെ റിക്വസ്റ്റ് എന്തായിരുന്നു മീൻസ് വി നീഡ് എ ട്രൈബ്യൂണൽ ഫോർ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ ആണ് വേണ്ടത്. ബിക്കോസ് അപ്പോഴാണ് ഇത് ശരിക്കും മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ.
കാരണം നോർമലി കോടതിക്ക് പോയാൽ ഇപ്പൊ തന്നെ പപ്പറാസി എന്റെ കേസ് ഞാൻ വെറുതെ വടിക്കോൾ ഒരു കേസ് കൊടുത്തു, അപ്പൊ തന്നെ മീഡിയ അങ്ങനെ വന്നു. ഓക്കെ, സോ ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ അത് കുറ്റം പറയുന്നില്ല, നമുക്കൊരു പ്രിവസി വേണമല്ലോ, അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തത്. ഇല്ല, ഹിയർ മീ ഔട്ട്. ഞാൻ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ട്രൈബ്യൂണൽ വേണം, സോ ദാറ്റ് ഇറ്റ്സ് കൺഫിഡൻഷ്യൽ ആൻഡ് പ്രൈവസി ആയിട്ട് ആർക്കും ഇത് ഞാൻ അവിടെ പോയി പരാതി പറഞ്ഞാൽ അതുക്കുള്ള തീർക്കും. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ICCന് ഇവര് വുമൻ വനിതാ കമ്മീഷൻ ICC അത് വേണം, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇറ്റ്സ് റബിഷ്, ഇറ്റ്സ് നോട്ട് വർക്കബിൾ. ഒരു വർഷത്തില് ഐ തിങ്ക് വി ആർ ഹാവിംഗ് 300 മൂവീസ് പ്ലസ് സീരിയൽ എല്ലാം എത്ര. അപ്പൊ ഒരു സെറ്റിലേക്കും ICC വെക്കരുത്, ഇറ്റ്സ് ഇംപോസിബിൾ. അത് മാത്രമല്ല, ICC ഈസ്, ഞാൻ തന്നെ ഇപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ICC ഈസ് ജസ്റ്റ് എ പേപ്പർ ഫോം. പേപ്പറിൽ മാത്രം സൈൻ ചെയ്തു, അവിടെ പരാതി കൊടുക്കാൻ എവിടെയും പോവാൻ പറ്റൂല. നമുക്ക് ഒരു ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാൻ സാധ്യതയില്ല. സോ വേ ഐ ഷുഡ് ഗോ? അതാണ് രഞ്ജിനി പറഞ്ഞു. അതായത് ICC എന്ന ആഭ്യന്തര പരാതി പരിഹാര സെൽ അതും ഫലപ്രദമല്ലാത്ത സാഹചര്യം സിനിമയിലുണ്ട്. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ്. സർക്കാരിന് സാങ്കേതികമായ യാതൊരു തടസ്സവുമില്ല, ആരെയൊക്കെയോ ഭയക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നു. VV വിനോദ്, നവമി ദിനേശ് എന്നിവർ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരും. വിനോദ്, ഈ സർക്കാരിന് നവമിയിലേക്ക് ആദ്യം പോകണം. നവമി, രഞ്ജിനിയുടെ ഹർജി അല്പസമയത്തിനകം കോടതി പരിഗണിക്കുകയാണ്. നമ്മൾ രഞ്ജിനിയുമായി അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇനിയും മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഈ ഹർജിയിൽ തീരുമാനം വന്നതിന് ശേഷം എന്നുള്ളതാണ്. അവർ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, പ്രത്യേകിച്ചും തങ്ങൾ നൽകിയ മൊഴി, അത് എന്താണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് വായിച്ചറിയാൻ അവകാശമുണ്ട് തങ്ങൾക്ക് എന്നാണ്. അത് തങ്ങളുടെ അവകാശമാണ്. കാരണം തങ്ങൾ കൊടുത്തതിനപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നറിയണം. അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ഒരുപക്ഷെ കൂടുതൽ നടിമാരും ഇത്തരം ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിക്കും എന്നറിയുന്നു. എന്താണ് രഞ്ജിനിയുടെ ഹർജി ഈ കോടതിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യം? നേരത്തെ ഒരു പ്രൊഡ്യൂസർ ഒരു ഹർജി നൽകിയിരുന്നു, അതും ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമായിരുന്നു. ഇപ്പോൾ രഞ്ജിനിയും സമീപിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷം കഴിയുമ്പോഴും എന്താണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഇതിന്റെ ഒരു മൊഴി അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ റിപ്പോർട്ടിലുള്ളത് എന്നുള്ള തരത്തിലൊക്കെ ഹർജി പോകുന്നതിലാണ് ഏറ്റവും സംശയം ഉന്നയിക്കുന്നത്. കാരണം ഈ 4.5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇവരാരും തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നില്ല. ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് തുടക്കത്തിലെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി സിനിമാ മേഖലയിലെ തന്നെ അത് നടിമാരായിക്കോട്ടെ പല വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടുകൾ അവരെ വിശദമായിട്ടുള്ള മൊഴിയെടുക്കുകയും അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. തുടക്ക സമയം മുതൽ നമുക്കറിയാവുന്നതാണ് ഈ റിപ്പോർട്ട് തയ്യാറായ ശേഷം അതൊരിക്കൽ പുറത്തുവിടുമെന്ന്. പക്ഷേ ആ സമയത്തൊന്ന് 4.5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ നടിമാരോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ അതിലെ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടൊന്നും കോടതിയെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ഒന്നും സമീപിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ആവശ്യവുമായി അടിക്കടി കോടതിയിൽ ഹർജികൾ പോകുന്നത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആരാണ് പേടിക്കുന്നത്, ആരൊക്കെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഭയപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കുന്നത്. നവമി, നമുക്ക് അതിന്റെ നാൾ വഴികളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അതിന്റെ നാൾ വഴികൾ വളരെ പ്രധാനമാണ്. അതായത് 2017 ഫെബ്രുവരി 17 നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഒരുങ്ങുന്നത്. അത് സിനിമാ മേഖലയിൽ വലിയ സംഭവമായി മാറി. കേരളം മുഴുവൻ ഈ വിഷയത്തിൽ ചർച്ച സംഭവിക്കുന്നു. പിന്നീട് 2017 മെയ് 18 സിനിമയിൽ WCC എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നു. 2017 ജൂലൈ 1 തുടർന്ന് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ കമ്മിറ്റിയെ തയ്യാറാക്കിയത്. വനിതാ സാങ്കേതിക പ്രവർത്തകർ
2018 ഫെബ്രുവരി 4 സംഘടന രൂപീകരിക്കുകയാണ്. വനിതാ സാങ്കേതിക മേഖലയിലും ഉണ്ടാകുന്നു. തുടർന്ന് 2018 ജൂൺ 27 നടിമാർ അമ്മയിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2019 ഡിസംബർ 31 ഈ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുകയാണ്. 2019 മനസ്സിലാക്കണം. 2022 ജനുവരി 16 വനിതാ കമ്മീഷനെ അധ്യക്ഷയെ WCC അംഗങ്ങൾ കാണുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2022 ജനുവരി 16 ആവശ്യപ്പെടുന്നത് പുറത്തുവിടണം എന്നാണ്. പക്ഷേ ഈ സർക്കാർ ആദ്യ യോഗം വിളിക്കുന്നത് 2022 മെയ് 4 റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലടക്കം. അന്ന് സിനിമാ സെറ്റുകളുടെ പരാതി പരിഹാരത്തിന് മോണിറ്ററിംഗ് കമ്മിറ്റി, അതായത് ആഭ്യന്തര പരിഹാര സെൽ എന്നൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നത് 2024 ജൂലൈ 6 ഇതാണ്. നമുക്ക് ആ നാൾ വഴികളിലേക്ക് ഒന്നുകൂടി പോകാം. 2017 നടന്ന സംഭവം, അതിനെ തുടർന്നാണ് ഈ നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ മലയാള സിനിമയിൽ WCC രൂപീകരിക്കപ്പെടുന്നതും നടിമാർ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നതും ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നതും മറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നിർണായകമായ ഒരു സംഗതിയായി അത് മലയാള സിനിമയിൽ ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു. ഇപ്പോൾ നേരത്തെ ശ്രീമതി രഞ്ജിനി പറഞ്ഞ അനുസരിച്ച് ഒരു ഇന്റേണൽ, അതായത് ആഭ്യന്തര പരിഹാര സെല്ലൊക്കെ രൂപീകരിച്ചു എങ്കിലും അത് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. കണ്ണിൽ പൊടിയിടാനുള്ള ചില മാർഗങ്ങൾ മാത്രമായി അത് മാറി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നടിമാരടക്കം വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും സിനിമയിൽ താരാധിപത്യം, ഈ പുരുഷാധിപത്യം, സെറ്റുകളിലെ വല്ലാത്ത തോതിലുള്ള ഹരാസ്മെന്റ്, അത് പ്രതിഫലവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം. അത്തരം കാര്യങ്ങളിൽ പോലും ഒറ്റപ്പെടുത്തുന്ന രീതിയുണ്ട് എന്ന് നടിമാർ പലരും പരാതിപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. VV വിനോദും നവമി ദിനേശുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. വിനോദിലേക്ക്, നവമിയെ തുടരുക ദയവായി. വിനോദിലേക്ക് നമുക്കൊന്ന് പോകണം വളരെ പെട്ടെന്ന്. വിനോദ്, സർക്കാരിന്റെ മുന്നിൽ കഴിഞ്ഞ ദിവസം സജി ചെറിയാനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വിചിത്രമായ ഒരു വാദം പറഞ്ഞത് സർക്കാരല്ല ഇതിന് പിന്നിൽ, അത് ഇൻഫർമേഷൻ ഈ പറഞ്ഞതുപോലെ അത് മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് പുറത്തുവിടേണ്ടത്, സർക്കാരിന് അതിന് മടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ സർക്കാർ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഈ 17-ാം തീയതി പുറത്തു വരേണ്ട റിപ്പോർട്ടാണ്. അത് ഒരു ചെറിയ സാങ്കേതിക കാരണം പറഞ്ഞ്, ഒരു ഹർജിയുടെ കാരണം പറഞ്ഞ് അത് തടസ്സപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ റിപ്പോർട്ട് ഉടനെ ഒന്നും വെളിച്ചം കാണില്ല എന്നാണ്. അതിന് പിന്നിൽ സർക്കാരിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നും വാർത്തകളുണ്ട്. സിനിമാ രംഗത്തെ പല പ്രമുഖരുടെയും മൂടുപടം അഴിഞ്ഞു വീണേക്കാം, പലവിധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം. കാരണം അത്രത്തോളം സെൻസിറ്റീവാണ്, അത്രത്തോളം നിർണായകമാണ്, അത്രത്തോളം ഗൗരവതരമാണ്, അത്രത്തോളം അനുഭവങ്ങളാണ് ഈ നടിമാർ ഈ കമ്മീഷന് മുന്നിൽ പങ്കുവച്ചത് എന്നുള്ളതാണ്. എന്താണ് സർക്കാരിനെ ഭയപ്പെടുത്തുന്നത് വിനോദ്? രഞ്ജിത്ത്, നമുക്ക് ആ നാൾ വഴിയുമായി ചേർത്ത് തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാം. 2019 വരുന്ന റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്രകാലം വെളിച്ചം കണ്ടില്ല എന്നതിൽ ഏറ്റവും ഒന്നാമത് പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നത് സർക്കാർ തന്നെയാണ്. സർക്കാരിനെതിരെയുള്ള വിമർശനം തന്നെയാണ് പല കോണുകളിൽ നിന്നായി ഉയർന്നു വന്നത്. WCC ഉൾപ്പെടെ സർക്കാരിനെ വിമർശിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഈ വിവരാവകാശ പ്രകാരം തന്നെ ആദ്യം ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ സർക്കാർ എടുത്ത നിലപാട്, ഇത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും, നിയമസഭയിൽ ഇത് സമർപ്പിക്കും, അതോടുകൂടി പബ്ലിക് ഡോക്യുമെന്റ് ആകും, ആർക്കും ലഭിക്കുന്ന തരത്തിലുള്ള രേഖയായി ഇത് മാറും എന്നൊരു നിലപാടിലേക്കാണ് ആദ്യം പോകുന്നത്. ഈ കാര്യമാണ് അപ്പീൽ അതോറിറ്റിയിലേക്ക് പോകുമ്പോഴേക്കും ഈ വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആളുകൾക്ക് ലഭിച്ച മറുപടി വിവരാവകാശ കമ്മീഷനും കോട്ട് ചെയ്തത് അതേ കാര്യമാണ്. കാരണം സർക്കാർ പുറത്തുവിടാൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വിവരാവകാശ നിയമപ്രകാരം ഇത് പുറത്തുവിടേണ്ടതില്ല, അങ്ങനെ ഒരു നിലപാടിലേക്കാണ് എത്തുന്നത്. എന്നാൽ പിന്നീട് സർക്കാർ ഇതിനെ എതിർക്കാതിരിക്കുകയും അതിന് കാരണം ഇത് സഭയുടെ മേശപ്പുറത്തേക്ക് വരുന്നില്ല എന്നത് തന്നെയാണ്. ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നില്ല. അവിടെയാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യം, ഇത് പിടിച്ചുവെക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ശ്രീ സജി നന്ദ്യാട്ട്, നിർമ്മാതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്. സജി നന്ദ്യാട്ട്, നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് 17-ാം തീയതി ഈ റിപ്പോർട്ട് വെളിച്ചം കാണും, പൊതുമധ്യത്തിൽ എത്തും എന്നുള്ളതായിരുന്നു. പക്ഷെ അത് സംഭവിക്കുന്നില്ല. ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട്, ഈ ഹർജി തീരുമാനമാകട്ടെ എന്ന് പറയുന്നു. ഒരുപക്ഷെ ഇനിയും ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടേക്കാം എന്ന ഒരു അഭ്യൂഹമുണ്ട്. ഈ നിലപാട് അത് യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ടുള്ളതാണോ, എന്തെങ്കിലും തരത്തിലുള്ള ഭയപ്പാടിന്റെ പശ്ചാത്തലത്തിലാണോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? അല്ല, നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പോ WCC ആണല്ലോ ഈ പരാതി കൊടുക്കുകയും അതനുസരിച്ചാണ് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ഒരു കമ്മിറ്റിയാണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പല 62
പേരിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തി. ആ മൊഴികൾ രേഖപ്പെടുത്തിയതനുസരിച്ച് അത് 2019 ഡിസംബർ 31 ഗവൺമെന്റിന് കൈമാറി 1,31,00,000 രൂപ ചെലവഴിച്ചു. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമപ്രകാരം ഇത് ലഭിക്കണമെന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടുന്ന ആൾക്കാർ അത് വിവരാവകാശ അവകാശം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇങ്ങനെയുള്ള പരാതികൾ വരുന്നത്. ഇപ്പോ WCCയിൽ ഇതിന്റെ ഒരു പ്രധാന പ്രവർത്തകയായിരുന്നു രഞ്ജിനി തന്നെയാണ് ഒരു പരാതി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് താൻ കൊടുത്ത മൊഴി അത് കൃത്യമായിട്ടാണ് വെളിയിൽ വരാൻ പോകുന്നത്. അതോ താൻ കൊടുത്ത മൊഴിയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും അതിശയോക്തിപരമായ കാര്യങ്ങളുണ്ടോ, താൻ കൊടുത്ത മൊഴിയിൽ ഏതെങ്കിലും തരത്തിൽ അവോയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും വെട്ടി കളഞ്ഞിട്ടുണ്ടോ, ഇതറിയാൻ തനിക്ക് അവകാശമുണ്ട് അല്ലെ. സാധാരണ മൊഴി വായിച്ചു കേട്ട് ശരിയെന്ന് പറയും, സൈൻ ചെയ്യും, പോലീസ് സ്റ്റേഷനിലും കോടതിയിലായാലും. പക്ഷെ ആ ഒരു ഫോർമാലിറ്റി നടക്കാത്തതുകൊണ്ട് തനിക്ക് അത് ഭയമുണ്ട് എന്ന് പറയുന്നത് എഞ്ചിനിയാണ് നമ്മുടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ഇങ്ങനെ റിട്ട് വന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് അത് പുറത്തുവിടാതെ തിങ്കളാഴ്ച എന്താണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾക്കറിയാം 3 സ്റ്റേറ്റ് ഓഫ് ഓർഗാൻ, 1 എക്സിക്യൂട്ടീവ്, 1 ലെജിസ്ലേച്ചർ. ഇത് പരസ്പര പൂരകങ്ങളല്ല, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ജുഡീഷ്യറിയുടെ ഭാഗമായി ഇങ്ങനെ ഇത് വരുമ്പോൾ ലെജിസ്ലേച്ചർ അതിന് റെസ്പെക്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് വെളിയിൽ വരണം, സുരക്ഷിതത്വം ഉണ്ടാവണം. സ്ത്രീകൾക്ക് എവിടെയെങ്കിലും, ഇപ്പൊ സിനിമയിൽ മാത്രമല്ല സമൂഹത്തിൽ എവിടെ പ്രവർത്തിക്കുന്ന തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ വേണം. അതിനകത്തൊരു സംശയമില്ല. പിന്നെ ഇവര് ഇപ്പൊ ചിലര് പറഞ്ഞ കാര്യങ്ങൾ അർദ്ധ സത്യങ്ങളാണ്, ചിലര് പറയുന്നത് സത്യങ്ങളായിരിക്കാം, ചിലര് പറയുന്നത് മുഴുക്കള്ളങ്ങളായിരിക്കും. പല കാരണങ്ങളുണ്ട്. ദേഷ്യം, വൈരാഗ്യം, പക, ചിലര് യാഥാർത്ഥ്യങ്ങൾ പറയും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അല്ല, ഈ സിനിമാ സെറ്റുകളിലെ പ്രശ്നങ്ങൾ സജി നന്ദിയാട്ട്, സിനിമാ സെറ്റുകളിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിരുന്നല്ലോ സിനിമയിൽ ആദ്യമായി, മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ഇത്തരം ഒരു സംവിധാനം വന്നത്. അത് ഈ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഉപയോഗിച്ചു എന്നുള്ള നിഗമനമാണോ താങ്കൾ ഈ പറയുന്നത്? അത്തരത്തിൽ ഉപയോഗിച്ചവരുണ്ട് എന്നുള്ളതാണോ? അല്ല, എല്ലാവരും അങ്ങനെ കാണത്തില്ല. കാരണം നമ്മളെല്ലാവരും അടുത്താശ്രയിക്കുന്നത് ശരിയല്ല. ചിലർ പ്രതികാര ബുദ്ധിയോടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ആശങ്ക പറയുന്നു. നമ്മളത് റിപ്പോർട്ട് കണ്ടിട്ടില്ലല്ലോ. പിന്നെ ചിലര് പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു, ചിലര് അർത്ഥസത്യങ്ങൾ പറഞ്ഞു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പൊ ഞാനിത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാം. സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന സ്റ്റാൻഡാണ്, അതിനൊന്നും ഒരു സംശയം വേണ്ട. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ചൂഷണങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യപരമായ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ അത് ഒരു വൺ സൈഡിലാണല്ലോ ഈ റിപ്പോർട്ട്. അല്ലാതെ ഒരു ആരോപണങ്ങൾ പറയുന്നത് എഴുതിയെടുക്കുക എന്നല്ലാതെ ഇതൊരു ജുഡീഷ്യൽ പവർ ഉള്ള ഒരു കമ്മിറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് ആരോപണങ്ങൾ ഒരാൾക്കെതിരെ പറയുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാനായിട്ട് തിരിച്ചൊരു ക്രോസ് ചെക്കിംഗ് ഉണ്ട്. ആ ഒരു ഫോർമാലിറ്റി നടന്നിട്ടില്ല. അപ്പൊ ഇത് ഒരാളുടെ വൺ സൈഡിലായിട്ടുള്ള ആരോപണം മാത്രമായത്. അപ്പൊ ഇത് അതിനകത്ത് ചിലപ്പോൾ സത്യം കാണാം കേട്ടോ, സത്യമില്ലാതെ നമുക്കിതിനെ കുറിച്ച് വ്യക്തമായി പറയാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അല്ലേ. പിന്നെ നിങ്ങളെ മാധ്യമങ്ങൾക്ക് സിനിമയിലെ കാര്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എന്റർടൈൻമെന്റ് മീഡിയ ആണ്. ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ കാര്യങ്ങളായി ഇഷ്യൂ ആയി വരുമ്പോൾ ജനങ്ങൾക്ക് ഇത് കേൾക്കാനും അറിയാനും താല്പര്യമുണ്ട്. മറ്റു മേഖല പോലെയല്ല, സിനിമയുടെ പ്രത്യേക അട്രാക്ഷൻ മേഖലയായതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിനൊരു അട്രാക്ഷൻ വരും. നിങ്ങൾക്ക് കുറച്ച് ഡേറ്റാസ് വേണം. പിന്നെ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളാക്കി നിങ്ങളത് പ്രതികരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങളെ അങ്ങനെ നമുക്കറിയാലോ, നിങ്ങളിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും. കാരണം നിങ്ങളുടെ നമ്മളാരുമല്ല ഈ വിഷയത്തിൽ സജീവമായ നിലപാടെടുത്തത്. സിനിമാ രംഗത്ത് തന്നെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ വേദിയില്ലായിരുന്നവർ ചേർന്നാണ് ഒരു WCC പോലൊരു സംഘടന ഉണ്ടാക്കുകയും തുടർന്ന് അവരുടെ ആവശ്യപ്രകാരം ഇത്തരം ഒരു കമ്മീഷൻ ഉണ്ടാവുകയും ഒക്കെ കമ്മിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സജി നന്ദിയാട്ട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ചോദിച്ചോട്ടെ. അതായത് ഈ അതിനുശേഷം ഒരു ICC, അതായത് ഒരു ആഭ്യന്തര പരിഹാര കമ്മിറ്റി എല്ലാ സെറ്റുകളിലും വേണം എന്ന ആവശ്യമുയർന്നു. അത് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ല, അതൊരു പേരിന് മാത്രമാണ് എന്ന ആക്ഷേപവും ഇപ്പോൾ രഞ്ജിനി ഉന്നയിച്ചു. മറ്റു നടിമാരും അത്തരം കാര്യങ്ങളിൽ പറയുന്നുണ്ട്. അതായത് കാര്യമായ മാറ്റങ്ങളൊന്നും ഈ സംഭവത്തിന് ശേഷവും സിനിമയിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോഴും അവർക്ക് ഈ പറഞ്ഞ പോലെയുള്ള അടിച്ചമർത്തലുകളും ഈ പറഞ്ഞ പലവിധ കാര്യങ്ങളിലുള്ള പ്രതിസന്ധികളും ഒക്കെ ഇപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ നടിമാരുടെ പരാതി. അല്ല, അതിനെനിക്ക് മറുപടിയുണ്ട്. കാരണം കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മലയാള സിനിമയിലെ അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് എന്നെങ്കിൽ ലാസ്റ്റ് വേർഡ് അവരാണ് അല്ലെ. ഞാൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറിയാണ്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചെയർമാനായിട്ട് ഈ പറഞ്ഞ ICC ചെയർമാനായിരിക്കുന്നത് G സുരേഷ് കുമാറാണ്. പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നയാള് BR ജേക്കബാണ്. ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള എനിക്ക് സത്യസന്ധമായി പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ICC രൂപീകരിച്ചിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം WCC കൊടുത്ത പരാതി പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള വനിതാ കമ്മീഷനെ ICC രൂപീകരിക്കാൻ അതിന് മോണിറ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കത്തെഴുതി, നിങ്ങളിത് മോണിറ്റർ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ICC രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുക്കണം. യെസ്, ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എല്ലാ വരുന്ന പ്രോജക്റ്റുകളും ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ICC ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതായത് അവര് ഓരോരോ പ്രൊഡക്ഷൻ യൂണിറ്റും ഓരോ വർക്ക് പ്ലേസസ് ആണ്, ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ആ വർക്ക് പ്ലേസസിൽ വനിതകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സീനിയർ അംഗത്തെ പ്രധാനിയാക്കിക്കൊണ്ട് 9 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി അവിടെ രൂപീകരിച്ചിട്ട് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു യൂണിറ്റ് ആണ്, ഒരു വർക്ക് പ്ലേസ് ആണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, അത് ശാരീരികമാവാം, അതിനകത്ത് ഈ പറഞ്ഞ സാമ്പത്തികമാകാം, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഇക്വാളിറ്റി ആവാം, ശാരീരിക ചൂഷണമാകാം, ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ ആ കമ്മിറ്റി അറിയിച്ചാൽ അപ്പോൾ തന്നെ അത് നടപടിയെടുക്കുകയും അത് പോലീസിൽ അറിയിക്കുകയും അത്തരക്കാരെ സിനിമയിൽ ഞങ്ങൾ പ്രവർത്തിപ്പിക്കുകയില്ല എന്ന് ഉറപ്പിന്മേൽ മലയാള സിനിമയിലെ 7 സംഘടനകളുണ്ട്. 7 സംഘടനകൾക്ക് ഫിലിം ചേംബർ കത്തയച്ചു. ഓരോ സംഘടനയിൽ നിന്ന് 3 പേര് വെച്ച് WCC ഉൾപ്പെടെ കേട്ടോണം, WCCക്ക് അറിയാതെ അവരുൾപ്പെടുന്ന കമ്മിറ്റി 2 മാസത്തിലൊരിക്കൽ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എല്ലാ 2 മാസത്തിന്റെ ഓരോ മാസത്തിന്റെ അവസാന ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അത് ഞങ്ങള് ഫിലിം ചേംബർ അവിടെ ഈ മീറ്റിംഗ് വിളിക്കുമ്പോൾ പല അഫിലിയേറ്റ്സിന്റെയും, അതായത് ഈ പറഞ്ഞ ആൾക്കാർ അവിടെ വരാതിരുന്നിട്ടുണ്ട്. ഈ WCC ഉൾപ്പെടെ കേട്ടോണം, അത് കൃത്യമായിട്ടാണ് ഞങ്ങളെ പറയുന്നത്. WCC ഉൾപ്പെടെ പല പ്രാവശ്യം മീറ്റിംഗ് വന്നിട്ടില്ല. ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തുമല്ല, അസൗകര്യങ്ങളാവാം. അപ്പൊ അങ്ങനെ ഫിലിം ചേംബർ കൃത്യമായി ആ ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റിലും ഓരോ വർക്ക് പ്ലേസിലും ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഈ ICC രൂപീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സിനിമയ്ക്ക് പെർമിഷൻ കൊടുത്തത്. പിന്നെ അടുത്തത് നമ്മുടെ ഭാഗമല്ല. അവിടെ ICC രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ പരാതികൾ പറയേണ്ടതും പരാതി ഉണ്ടെങ്കിൽ ചുമ്മാ പരാതി പറയാന്നുള്ളതല്ലല്ലോ, പരാതികൾ ഉണ്ടെങ്കിൽ പറയുകയും അത് ഞങ്ങളെ അറിയിക്കുകയും അവിടെ നടപടി എടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം പിന്നീട് ആ ലൊക്കേഷൻ ഉള്ളവർക്കാണ്, ആ യൂണിറ്റുകാർക്കാണ്. അതിനകത്ത് ഫിലിം ചെയ്യാമെന്ന് വടിയായിട്ട് നടക്കാൻ പോലീസിംഗ് ഇല്ല, ജുഡീഷ്യൽ പവർ ഇല്ല. ഇതല്ലാതെ മനുഷ്യ സാധ്യമായി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ വിമർശിക്കുന്നവർക്ക് വെറുതെ വിമർശിക്കാം. പിന്നെ 2, ഒരു പരാതി പോലും 3 വർഷമായിട്ട് വന്നിട്ടില്ല. സത്യസന്ധമാണ് എന്ന് റെക്കോർഡാണ്. ന്യൂസ് 18 പോലെയുള്ള പ്രമുഖ ചാനലോട് സജി നമ്പ്യാട്ട് പറയുന്ന കാര്യമാണ്. 3 വർഷമായി ഒരു പരാതിയും അവിടെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? EM പൂശാനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന പോലെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ ചോദിച്ചു നടക്കണോ? ഇതിലൂടെ കൂടിയൊരു ഒരു എന്താ പറയാ, ചോദിക്കാനും പറയാനും ആളുണ്ട്. സ്ഥാപിത ബോഡി, അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു ടെന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണം. പിന്നെ ഞങ്ങൾ ചോദിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം, അതിനൊരു സംശയം വേണ്ട. ആരെങ്കിലും സ്ത്രീകളോട് അപമര്യാദ പെരുമാറുകയോ അവരെ ബോഡി ഷെയിം ചെയ്യുകയോ അവർക്ക് വർക്ക് പ്ലേസിൽ അവർ സുരക്ഷിതത്വമില്ലായ്മ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാരാണ് കാരണക്കാരെങ്കിലും മലയാള സിനിമയെ പിന്നെ പ്രവർത്തിക്കില്ലെന്ന് ഫിലിം ചേംബർ ഉറപ്പ് കൊടുത്തു. പിന്നെ ഇതിനുള്ളിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് വടിയെടുത്ത് അടിക്കാൻ പറ്റുമോ? ഓരോ ലൊക്കേഷൻ ചെന്ന് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ പറയൂ ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച്. ശരി, നന്ദി സയ്യൻ താങ്കളുടെ പ്രതികരണത്തിന്. പിന്നെ നമുക്ക് നവമി ദിനേശിലേക്ക് ഒന്ന് പോകണം. നവമി, നമുക്ക് ഈ ഹർജി എനിക്ക് തോന്നുന്നത് ഒരു 10-15 അല്ലെങ്കിൽ അരമണിക്കൂറിനകം പരിഗണിച്ചേക്കാം എന്നാണ് മനസ്സിലാകുന്നത്, അല്ലെ? മറ്റ് ഹർജികൾ കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയേക്കാം എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. കൂടുതൽ നടിമാർ ഒരുപക്ഷെ സമീപിച്ചേക്കാം എന്ന്. അങ്ങനെയാണോ നമുക്കും ലഭിക്കുന്ന വിവരം? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, S. മനു എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. നടി രഞ്ജിനിക്ക് വേണ്ടി രഞ്ജിത്ത് മാരാരാണ് അഭിഭാഷകനായി എത്തുന്നത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ വിശദമായിട്ടുള്ളൊരു വാദം നടക്കുക. എന്തായാലും കഴിഞ്ഞ തവണ പോലെ, അതായത് സജി പാറയിൽ നൽകിയ ഹർജി തള്ളിയതുപോലെ രഞ്ജിനിയുടെ ഹർജി തള്ളുകയാണെങ്കിൽ സർക്കാരിന് എത്രയും വേഗം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടേ മതിയാകൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഉന്നയിക്കുന്ന വാദം, അതായത് ഇതിന് വിവരാവകാശ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ആയിരിക്കണം ഈ പുറത്തുവിടുക. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട, അതായത് ഏതെങ്കിലും വ്യക്തികളെ പേര് പരാമർശിക്കുന്ന അല്ലെങ്കിൽ അത്തരം തെളിവുകൾ സഹിതമുള്ള ഈ റിപ്പോർട്ടിൽ ചില പേജുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് സർക്കാർ പുറത്തുവിടാനായി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രഞ്ജിനിയുടെ ഹർജി
നിലനിൽക്കുന്നതല്ല. രഞ്ജിനിയുടെ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് തങ്ങൾ നൽകിയ മൊഴിയിൽ അത് ചില വ്യക്തികളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്, മറ്റ് ചില തെളിവുകൾ നൽകിയിട്ടുണ്ട്. ഇത് പുറത്തുവിടുകയാണെങ്കിൽ തങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ കരിയറിനെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് അത് ഉൾപ്പെടുത്തരുത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ അതുണ്ടാകരുത് എന്നുള്ളൊരു ആവശ്യമാണ് രഞ്ജിനി അടക്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും സർക്കാർ ഇതിനു മുൻപ് തന്നെ, അതായത് സജിമോൻ പാറയിലിന്റെ ഹർജിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ അതിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും ആ പേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. 299 പേജുള്ള റിപ്പോർട്ടിൽ 233 പേജാക്കിയായിരിക്കും പുറത്തിറങ്ങുക. അതിൽ 81 മുതൽ 100 വരെയുള്ള പേജുകൾ ഒഴിവാക്കി, 161 മുതൽ 191 വരെയുള്ള ചില പാരഗ്രാഫുകൾ ഒഴിവാക്കി, 96ാമത്തെ പ്രധാനപ്പെട്ട ഖണ്ഡിക എല്ലാം ഒഴിവാക്കി. ഇത് തന്നെയായിരിക്കും സർക്കാർ ഇന്ന് കോടതിയിൽ അറിയിക്കുന്നുണ്ടാവുക. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ സ്വകാര്യതയെ മാനിക്കുന്ന കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ടിനെ ഭയപ്പെടുന്നത്? അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഈ വാദം കോടതി അംഗീകരിക്കുകയാണെങ്കിൽ എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് തന്നെയായിരിക്കും കോടതിയും ഉത്തരവിടുക. അങ്ങനെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വിശദമായൊരു വാദത്തിനു വേണ്ടി വീണ്ടും മാറ്റിവെക്കുകയാണെങ്കിൽ വീണ്ടും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് നീളുക തന്നെ ചെയ്യും. രഞ്ജിനിയെ കൂടാതെ മറ്റ് നടികളും ഇതുമായി ബന്ധപ്പെട്ട് ഈ പകർപ്പ് ആവശ്യപ്പെട്ട് കോടതിയെ നടൻ മഹേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. നടൻ മഹേഷ്, ഈ റിപ്പോർട്ട് പുറത്തു വരണമല്ലോ, കാരണം ഇതിനകത്ത് എന്താണ്, അത് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനമാണ്. അവിടെ കമ്മിറ്റിക്ക് മുൻപാകെ നമ്മുടെ 51ഓളം നടികമാർ മൊഴി നൽകിയ സാഹചര്യമുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത് പുറത്തു വരാത്തതെന്നാണ് താങ്കൾ കരുതുന്നത്? സർക്കാരിന് എന്തെങ്കിലും ഭയമുണ്ടോ, അല്ലെങ്കിൽ ഇതിപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഭയക്കുന്നുണ്ടോ, സർക്കാരിൽ സ്വാധീനമുള്ള ആരെങ്കിലും ഭയക്കുന്നുണ്ടോ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതിപ്പോ രഞ്ജിനി കൊടുത്ത ഒരു സ്റ്റേയുടെ പുറത്ത് ഒരു നിയമത്തിന്റെ ഒരു ന്യൂനമാലയുടെ പുറത്ത് ഇങ്ങനെ ഇത് തൽക്കാലം പുറത്തു വരാതിരിക്കുന്നതാണ്. ഇതെന്തായാലും പുറത്തു വരിക തന്നെ വേണം. ഇതിനകത്ത് ആര് എന്ത് മൊഴി കൊടുത്തിരിക്കുന്നു, അതിന്റെ സീക്രസി എന്താണ്, ഇത് എന്നൊക്കെയുള്ളതാണ് ഇപ്പൊ രഞ്ജിനി പറയുന്ന പ്രധാനപ്പെട്ട കാരണം. അതിലൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഒരിക്കലും ഒരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലോ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരികയോ ഒരാളെ പേഴ്സണലായിട്ട് ഇല്ലാണ്ടാക്കാനോ ഒന്നും ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, ഉപദ്രവിക്കാൻ പോകുന്നില്ല. പകരം ഞാൻ ഇത് പുറത്തു വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആരൊക്കെ എന്തൊക്കെ മൊഴി കൊടുത്തു എന്നതിനേക്കാളേറെ അതിനെല്ലാം പഠിച്ചതിന് ശേഷം എന്ത് നമുക്ക് ഇനി ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് സർക്കാർ തലത്തിൽ കൂടി വന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവിടുത്തെ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ അതോടുകൂടി തീരണം. അല്ലാതെ ഈ വനിതാ കമ്മീഷന് കൊടുത്തില്ല, WCCക്ക് കൊടുത്തില്ല, ഞാൻ പറഞ്ഞത് എന്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അറിയില്ല എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ നൂലാമാലകൾ മാത്രമാണ്. ഇവർക്കറിയില്ല ഇവരെന്താണ് പറഞ്ഞതെന്ന്. പിന്നെ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന എന്താ പറയണ്ട ഏറ്റവും ബഹുമാനിയായ മജിസ്ട്രേറ്റ് ആയിരുന്നവർ, ജസ്റ്റിസ് ആയിരുന്നവരാണ്. അതുമാത്രമല്ല മലയാളത്തിന്റെ മരുമകളായിട്ട് വന്നിട്ടുള്ള ശാരദാമ്മ, അങ്ങനെ ഉള്ളവരാണ്. അവരൊക്കെ ഒരു സ്വകാര്യത ഹനിച്ചുകൊണ്ട് എന്തെങ്കിലും ആ റിപ്പോർട്ടിൽ എഴുതി വെക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ റിപ്പോർട്ട് വരണം. ഇത് എത്രയും പെട്ടെന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് പുറത്തു വരികയും ഇതിനകത്തുള്ള നിർദ്ദേശങ്ങൾ അത് എത്രയും പെട്ടെന്ന് പാലിക്കാൻ സാധിക്കുകയും വേണം. ശരി, നന്ദി ശ്രീ മഹേഷ്. വിനോദ്, അതാണ് കേവലം ഈ സാങ്കേതികമായ ഈ പറഞ്ഞതുപോലെ ഒരു ഹർജിയുടെ പേരിൽ മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്ന് വിശ്വസിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലില്ലല്ലോ, അല്ലേ? സർക്കാരിന് വേണമെങ്കിൽ എത്രയോ നാളുകൾക്ക് മുൻപ് 4 വർഷമായി ഇതിന്മേൽ അടയിരിക്കുകയാണ്, പുറത്തുവിടാവുന്ന റിപ്പോർട്ടായിരുന്നു. ഇതിന് പിന്നിൽ വീണ്ടും ഹർജികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ സംശയിക്കുന്നു, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നും കരുതാനുള്ള സാഹചര്യമുണ്ടല്ലോ. രഞ്ജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സാംസ്കാരിക മന്ത്രിയോട് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരിക്കലും ഒരു കൃത്യമായ മറുപടി അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് എപ്പോൾ പുറത്തുവിടും എന്നതിലൊന്നും ഒരു വ്യക്തതയും വരുത്തിയിരുന്നില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവരാവകാശ പ്രകാരം ആദ്യം ഈ റിപ്പോർട്ട് അന്വേഷിക്കുമ്പോൾ, ഇത് ചോദിക്കുമ്പോൾ നൽകുന്ന മറുപടി തന്നെ ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആകും, നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നതെന്നാണ് നിലപാട് സ്വീകരിച്ചത്. എന്നാൽ അങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നില്ല, വിവരാവകാശ കമ്മീഷൻ വഴി പുറത്തുവിടുന്നില്ല. ഏറ്റവും ഒടുവിലാണ് വിവരാവകാശ കമ്മീഷൻ വഴി പുറത്തുവിടാനുള്ള, അതായത് ഈ പേജുകൾ ഒഴിവാക്കിക്കൊണ്ട്, വ്യക്തിപരമായ പരാമർശങ്ങളുള്ള പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനമുണ്ടാകുന്ന അതുവരെ ഇത് വളരെ
ചവിട്ടി വെച്ചു, അല്ലെങ്കിൽ അത് പുറത്തുവിടാതെ ഇങ്ങനെ മറ്റെന്തോ താല്പര്യം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലപാടുണ്ടായത്. പക്ഷേ ഇനിയുള്ള ചില നിയമസാധ്യതകൾ കൂടി ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇപ്പോൾ രഞ്ജിനി അടക്കമുള്ളവർ ഈ വിവരം തങ്ങൾ കൊടുത്ത മൊഴിയാണോ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് വിചിത്രമായൊരു കാര്യമാണ്. സാധാരണ നിലയിൽ നമ്മൾ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മൊഴി പരിശോധിച്ച് ഉറപ്പുവരുത്തി പോയി കഴിഞ്ഞാൽ പിന്നീട് അത് റിപ്പോർട്ടായി വരുമ്പോഴാണ് നമ്മൾ തന്നെ കാണുന്നത്. പക്ഷേ അതിന് വിപരീതമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വരുന്നത്. ഈ ആവശ്യത്തെ ചുറ്റിപ്പറ്റി തന്നെ പലവിധ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇത് കൃത്യമായി കോടതിക്ക് മുമ്പിലെത്തിക്കാനുള്ള ഒരു നീക്കമാണോ? അതായത് ഇത് പുറത്ത് വിടുന്നതിന് പകരം, അല്ലെങ്കിൽ ഡയറക്റ്റായി സർക്കാർ വഴിയിലൂടെ പുറത്തു വരുന്നതിന് പകരം കോടതിയുടെ മുമ്പിലേക്ക് ഇതെത്തുകയും ഇതിൽ ചില ഗുരുതരമായ കാര്യങ്ങളുണ്ടെങ്കിൽ കോടതി തന്നെ അതിൽ നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ കോടതി തന്നെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം മാത്രമാണോ എന്നതും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം ഇത് പുറത്തു വന്നാൽ, കോടതി വഴി അല്ലാതെ തന്നെ പുറത്തു വന്നാൽ ഇതിൽ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആളുകൾ അതിൽ കേസെടുക്കണം എന്ന ആവശ്യവുമായി പോലീസിനെ സമീപിക്കും, കോടതിയെ സമീപിക്കും. അതുകൊണ്ട് തന്നെ ഇത് കോടതിയുടെ മുമ്പിൽ ഡയറക്റ്റായി എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വാദമുണ്ട്. പക്ഷേ ആ വാദത്തിന് എത്രമാത്രം ശക്തിയുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം യുക്തിസഹമാണ് എന്നതിൽ സംശയമുണ്ട്. കാരണം അല്ലാതെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്, കോടതി ഇടപെടലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇടപെടൽ, രഞ്ജിനിയുടെ നീക്കം സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഇത് സാങ്കേതികമായി ഇത്തരമൊരു ഹർജി നൽകി ഇത് വീണ്ടും വൈകിക്കുക, അങ്ങനെ ഒരു നീക്കം ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. അതല്ല, കോടതിയുടെ മുമ്പിൽ കൃത്യമായി നേരിട്ട് കാര്യങ്ങൾ എത്തണമെന്ന ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നു എന്ന ഒരു താല്പര്യമാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നവരുണ്ട്. ഏതായിരുന്നാലും റിപ്പോർട്ട് വൈകി എന്നത് വസ്തുതയാണ്. ഇതിൽ നേരത്തെ തന്നെ സിനിമാ പ്രവർത്തകർ, ഇപ്പോൾ സജി നന്ദിയാട്ടൊക്കെ പറയുന്നത് പോലെ വ്യക്തിപരമായ ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ അവസരങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ, സിനിമയിൽ നിന്ന് പുറത്തു പോകേണ്ടതിന്റെ പേരിൽ അതിൽ ചിലരെയൊക്കെ സംശയിക്കുക, അല്ലെങ്കിൽ മറ്റ് ചിലരുടെ നീക്കങ്ങളാണ് തങ്ങളുടെ അവസരം ഇല്ലാതാക്കിയത് എന്ന തരത്തിലൊക്കെയുള്ള വാദങ്ങളുണ്ടാകാം. പക്ഷേ പരിപൂർണമായും സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയുമോ എന്നത് സംശയമാണ്. പ്രത്യേകിച്ച് നടി ആക്രമിക്കപ്പെട്ട സംഭവം നമ്മുടെ മുമ്പിലുണ്ട്, കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, പ്രധാനപ്പെട്ട നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി തന്നെ വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ആ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ എന്തുകൊണ്ട് വൈകി എന്നത് ചോദ്യമാണ്. പക്ഷേ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒരുപക്ഷെ അതൊക്കെയും സജീവ നന്ദിയായിട്ട് പറയുന്നതിന്റെ ഒരു ഭാഗം അത് അംഗീകരിക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ വ്യക്തിവൈരാഗ്യം കൊണ്ട് ചില ആളുകൾക്കെതിരെ മൊഴികൾ നൽകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോഴും ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയുമോ? സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഈ റിപ്പോർട്ടിനെ തള്ളിപ്പറയാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായിരുന്നാലും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടുകൾ, ഇതിൽ പറയുന്ന പരിഹാര നിർദ്ദേശങ്ങൾ, അതിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് ഇനി സിനിമാ മേഖലയിൽ ഏത് തരത്തിലായിരിക്കണം കാര്യങ്ങൾ പോകേണ്ടതെന്ന തീരുമാനം സർക്കാർ കൈക്കൊള്ളുമോ, അത് സംബന്ധിച്ച് മാത്രമുള്ള നടപടിയായി സർക്കാരിന്റെ നീക്കങ്ങൾ ഒതുങ്ങുമോ, അതല്ല ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ അത് സംബന്ധിച്ച നീക്കങ്ങളിലേക്ക് പോകുമോ? അതായത് ഒരുപക്ഷെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അത് സർക്കാരിന് മുന്നിലേക്ക് സമ്മർദ്ദമായി വരും, കോടതിക്ക് മുന്നിലേക്ക് ഈ പരാതികളെത്തും, കേസെടുക്കണമെന്ന സമ്മർദ്ദമുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ ഏത് തരത്തിൽ സംഭവിക്കും എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായിരുന്നാലും ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് വർഷങ്ങളായി സജീവമായി നിൽക്കുന്നതാണ്. അതിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇതിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് പറയുകയോ ചെയ്യുന്നതിന് പകരം സിനിമയിൽ എന്ത് സംഭവിച്ചു, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എന്ത് സംഭവിച്ചു എന്നതുകൂടി വിലയിരുത്തി വേണം ഈ റിപ്പോർട്ടിനെ സമീപിക്കേണ്ടത് എന്നൊരു വാദമാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനകം നടി രഞ്ജിനി നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരും. രഞ്ജിനി പറയുന്നത് അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹർജി കോടതി തള്ളിയാൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അവർ ബാധ്യസ്ഥരാകും, അവർ കുറച്ചുകൂടി സമ്മർദ്ദമേറും എന്നുള്ളതാണ്. അതേസമയം ഹർജി പരിഗണിക്കുകയും രഞ്ജിനിക്കടക്കം ഈ കോപ്പി നൽകണം, ഈ റിപ്പോർട്ടിന്റെ കോപ്പി ആദ്യം നൽകണമെന്ന് കോടതി തീരുമാനിക്കപ്പെട്ടാൽ റിപ്പോർട്ട് പുറത്തു വരുന്നത് അനന്തമായി വൈകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു കോടതി വിധി വന്നാൽ ഒരുപക്ഷെ കൂടുതൽ നടിമാർ വീണ്ടും കോടതിയിൽ ഹർജിയുമായി എത്തിയേക്കാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വി വിനോദും നവമി ദിനേശുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.